ഹായ് മകളെ, കുറച്ചധികം ദിവസമായി നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് നിങ്ങളൊക്കെ ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുമായിരിക്കും. പല കുട്ടികൾക്കും ആൻസർ ഷീറ്റുകൾ കിട്ടിയിട്ടുണ്ടാകും, മാർക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. എനിക്കറിയാം നിങ്ങൾ വിചാരിച്ച മാർക്കൊന്നും പല സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പല ആളുകളും കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് കുറേയൊക്കെ കോൺഫിഡൻസിലാണ്. പക്ഷേ ഒട്ടുമിക്ക ആളുകളുടെയും സങ്കടം എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിന് എനിക്ക് ഫുൾ മാർക്ക് കിട്ടുമോ, പബ്ലിക് എക്സാമിന് എനിക്ക് ഫുൾ എ പ്ലസിലേക്ക് എത്താൻ പറ്റുമോ, പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും എനിക്ക് ഡബിൾ പാസ് ഒക്കെ എത്തുമോ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട് അതിൻ്റെയൊക്കെ ടെൻഷൻ ഉണ്ട് എന്ന് വിചാരിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ പണ്ട് മുതലേ പറയുന്നൊരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ +2 എത്തി എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യം, എന്നെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് എൻ്റെ മാർക്ക് അല്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എന്ന് കരുതി അത് 100% ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. മാർക്കിനേക്കാളൊക്കെ അപ്പുറമാണ് നമ്മുടെ എഫേർട്ട്, നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മൾ ആ പഠിക്കാനെടുക്കുന്ന സമയം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ്സിലും ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അങ്ങനെ A+കളൊന്നും വാരിക്കൂട്ടിയ ഒരാളോ അല്ലെ ഫുൾ മാർക്കുകളൊന്നും കണ്ട് അതിഷ്ടപ്പെട്ട് വന്ന ഒരാളോ അല്ല ഞാൻ. പക്ഷേ സബ്ജക്റ്റിനോട് എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ മാക്സിമം എഫേർട്ട് എടുക്കുമായിരുന്നു, അതിനുവേണ്ടി ഞാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എടുക്കുന്ന എഫേർട്ട് നമ്മൾ ഒരിക്കൽ വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയും അവസരങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും 10-60 ദിവസങ്ങൾ നിങ്ങളുടെ മുന്നിൽ ബാക്കിയുണ്ട്. ഈ ഒരു ദിവസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റുകൾ, ഏറ്റവും ടഫായിട്ട് തോന്നുന്ന ചാപ്റ്ററുകൾ നിങ്ങൾ എടുത്ത് പഠിക്കുക. എടുത്ത് പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പല കുട്ടികളും ഇതുപോലെ തുടങ്ങിയിട്ടുണ്ടാവും, കുറച്ച് കഴിയുന്ന സമയത്ത് തന്നെ ഒന്നും മനസ്സിലാവാതെ അത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള മൂഡ് തന്നെ പോയി പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്നിട്ട് മറ്റ് സബ്ജക്റ്റുകളൊന്നും പഠിക്കാൻ തോന്നാതെ നമ്മൾ ആ ദിവസങ്ങൾ, ആ സമയങ്ങളൊക്കെ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തുന്ന ഒരു ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇനി എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് ബാക്കി വെക്കാനില്ല എന്ന ബോധ്യത്തോടുകൂടി ഫുൾ A+ഉം അതോടൊപ്പം തന്നെ ഫുൾ മാർക്ക് വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതിന് കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇനിയുള്ള 60 ദിവസം ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾ പഠിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ച് തന്നെയാണ്. +2ൻ്റെ എൻഡ് ഗെയിം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ട് പറയല്ല, പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ എൻഡ് ഗെയിം ബാച്ച് ജോയിൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇനി സിമ്പിളായുള്ള ചാപ്റ്ററുകൾ ഉണ്ട് എങ്കിൽ ആ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ടഫായുള്ള ചാപ്റ്ററുകൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്കൊരാൾ പറഞ്ഞു തരാൻ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കത് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകൾ ഒരുപാടുണ്ടാവും. ആപ്പിലൊന്നും ജോയിൻ ചെയ്യാതെ യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രം കാണുന്ന ആളുകളുണ്ടാവും. നല്ലതാണ്, പക്ഷേ നിങ്ങൾക്കറിയാം എക്സാമൊക്കെ ടഫായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും ഡീപ്പായിട്ട് എല്ലാ കോൺസെപ്റ്റുകളും പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ ഒരു ക്വിക്ക് റിവിഷൻ, മോഡൽ എക്സാമുകളൊക്കെ അടങ്ങിയത് തന്നെയാണ് നമ്മുടെ എൻഡ് ഗെയിം ബാച്ച് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഇനി ഇതൊന്നുമല്ല, യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ പോലും അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള സബ്ജക്റ്റുകൾ, ഏറ്റവും ടഫുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾ ഇപ്പോൾ തുടങ്ങുക. കാരണം എളുപ്പമുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് സമയത്തേക്ക് വീണ്ടും റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ ടഫുള്ള ചാപ്റ്റർ നിങ്ങൾ ഇപ്പോഴും പെൻഡിങ് വെക്കുകയാണെങ്കിൽ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് അതും ഉണ്ടാവില്ല, ഇതും ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുക. ആ സബ്ജക്റ്റുകളിലുള്ള ഓരോ ചാപ്റ്റേഴ്സുകളും നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ പേജുകളിലായിട്ട് നിങ്ങൾക്ക് ചാപ്റ്ററുകളുടെ ലിസ്റ്റ് കാണാം. അതിൽ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ചാപ്റ്റേഴ്സുകൾ റൗണ്ട് ചെയ്ത് വെച്ചുകൊണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഓരോ ദിവസവും 1-2 ചാപ്റ്ററെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കിടന്നുറങ്ങാവുള്ളൂ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ തന്നെ പഠിക്കണം. ട്യൂഷനൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ട്യൂഷന് പോയിട്ട് പ്രത്യേകിച്ച് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ വീട്ടിലിരുന്നു കൊണ്ട് യൂട്യൂബ് ക്ലാസ്സുകളും ആപ്പുകളും കണ്ടോളൂ, ഒരു കുഴപ്പമില്ല. അതെനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളതാണ്. കാരണം നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത് കുറച്ച് വീട്ടിൽ നിന്നുള്ള പ്രഷറും കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ നമ്മുടെ ഭാവിയെ നമ്മൾ തീരുമാനിക്കണമെങ്കിൽ, നമുക്ക് പഠിക്കുന്ന രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിന് ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ അതിനെന്താക്കേണ്ടതുണ്ട്, മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇരുന്ന് പഠിക്കുക. ഇനിയുള്ള 60 ദിവസങ്ങൾ നിങ്ങൾ വൃത്തിയിൽ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്കും ഫുൾ A+ലേക്കും എത്താൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് ഈ നിമിഷവും പറയാനുള്ളത്. നിങ്ങൾ പഠിക്കുന്ന സമയത്തിൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടുക തന്നെ വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ +2 വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, സൈല ലേണിംഗ്. ബൈ.